Hi friends, welcome to lesson 5.16 on the topic factoring in financial services in the subject Indian financial system. We had understood what factoring was. We went through a definition. We had some introductory references to factoring. Now we move on to what are the functions involved in factoring and what does a factoring agreement refer to. ഫാക്ടറിംഗ് അഗ്രിമെന്റിലെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് സാധാരണ എന്തൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ മനസ്സിലാക്കിയിരുന്ന ഫാക്ടറിന്റെ ക്ലയന്റായ സെല്ലറും തമ്മിൽ ഒരു ലീഗൽ അഗ്രിമെന്റ് ഉണ്ട്. ദ ടേംസ് ഡിസൈഡ് ദ ലീഗൽ സ്റ്റേറ്റസ് ഓഫ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫാക്ടർ ആൻഡ് അഗ്രിമെന്റ്. ഇത് ബയർ സെല്ലർ റിലേഷൻഷിപ്പ് സൂചിപ്പിക്കുന്ന ഒരു അഗ്രിമെന്റ് ആണ്. അപ്പൊ എന്തൊക്കെയാണ് ഈ അഗ്രിമെന്റിലെ ഡീറ്റെയിൽസ്, കണ്ടീഷൻസ്, ടേംസ് എന്തൊക്കെയായിരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ആദ്യത്തേത് സെല്ലിംഗ് ലിമിറ്റ്സ് ഫോർ ദ ക്ലയന്റ്. അതായത് ഫാക്ടറിന്റെ ക്ലയന്റ് എന്ന് പറയുന്നത് ഗുഡ്സ് വിൽക്കുന്ന ഒരാളാണ്. അതോടൊപ്പം തന്നെ അയാൾ ഫാക്ടറിന് ബാഡ് ഡെറ്റ്സ് അല്ല അക്കൗണ്ട്സ് റിസീവബിൾസ് സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ സെല്ലറുടെ ലിമിറ്റ്സ് എന്താണ് എന്നുള്ളത് ഈ അഗ്രിമെന്റ് ഉണ്ടായിരിക്കും. അതായത് സെല്ലറുടെ ബയേഴ്സിന് സാധനങ്ങൾ വിൽക്കുന്നതിന് ചില ലിമിറ്റ്സ് ഉണ്ടായിരിക്കും ഫാക്ടറിംഗ് അഗ്രിമെന്റിന് കീഴിൽ. അല്ലാതെ സെല്ലറുടെ ബയേഴ്സിന്, നമ്മൾ പറഞ്ഞാൽ ഇന്ത്യയിൽ ഇരിക്കുന്ന ആള് ശ്രീലങ്കയിലേക്ക് തോന്നിയ പോലെ ഗുഡ്സ് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സെയിൽ ചെയ്യുന്ന ഗുഡ്സിനെല്ലാം ഫാക്ടറിംഗ് അഗ്രിമെന്റ് ഉണ്ടായിരിക്കണം എന്ന് പറയാൻ സാധിക്കില്ല. ഇത്ര ലിമിറ്റ് വരെയുള്ള സെയിൽസിനാണ് ഫാക്ടറിംഗ് അഗ്രിമെന്റ് ബാധകം എന്നൊരു ക്ലോസ് ആ അഗ്രിമെന്റിൽ ഉണ്ടായിരിക്കും. ഇയാൾ 25 കോടിയുടെ ഗുഡ്സ് സെയിൽ ചെയ്തിട്ട് അതിന് മുഴുവൻ ഫാക്ടറിംഗ് അഗ്രിമെന്റ് ബാധകമാകണം എന്ന് പറയാനില്ല. ഏതെങ്കിലും ഒരു ലിമിറ്റ് ഉണ്ടാവും. ഈ സെല്ലർക്ക് ഒരു ലിമിറ്റ്സ് ഉണ്ടായിരിക്കും അഗ്രിമെന്റിന് കീഴിൽ. ഫാക്ടറിംഗ് അഗ്രിമെന്റ് ബാധകമായിരിക്കുന്ന ചില സെല്ലിംഗ് ലിമിറ്റ്സ് ഈ സെല്ലർക്ക് ഉണ്ടായിരിക്കും. രണ്ടാമത്തെ അസൈൻമെന്റ് ഓഫ് ഡെറ്റ് ഇൻ ഫേവർ ഓഫ് ഫാക്ടർ. അപ്പോൾ ഫാക്ടർ ഡെറ്റ്സ് എല്ലാം, അക്കൗണ്ട്സ് റിസീവബിൾസ് എല്ലാം വാങ്ങുന്നു എന്ന് നമ്മൾ പറഞ്ഞല്ലോ. വാങ്ങിക്കഴിഞ്ഞാൽ അത് വാങ്ങിയെന്ന് നമ്മൾ തമ്മിൽ അഗ്രിമെന്റ് ഉണ്ടായാൽ മാത്രം പോരാ. റിട്ടേൺ ആയിട്ട് ഈ ഡെറ്റ്സ് എല്ലാം ഫാക്ടറിന് അസൈൻ ചെയ്ത് കൊടുക്കണം. അസൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടാനുള്ള തുകകൾ നിങ്ങൾക്ക് തരാനുള്ളതായിട്ട് ഞാൻ അംഗീകരിക്കുന്നു. ഇതാണ് അസൈൻമെന്റ്. സെല്ലറായ എനിക്ക് ബയറിൽ നിന്ന് കിട്ടാനുള്ള തുകകളെല്ലാം ഞാൻ ഫാക്ടറിന്റെ കയ്യിൽ നിന്ന് ഫീ വാങ്ങി ആ ഫാക്ടറിന് രേഖാമൂലം അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നു. ഇനി അത് മുഴുവൻ വാങ്ങിക്കാനുള്ള അവകാശവും ഉത്തരവാദിത്വവും ഫാക്ടറിൻ്റെതാണ്. ഇതാണ് അസൈനിങ് ഓഫ് ഡെറ്റ് ഇൻ ഫേവർ ഓഫ് ദ ഫാക്ടർ. ഫോർമലി നിങ്ങൾ ആ ഡെറ്റ്സ്, നിങ്ങളുടെ അക്കൗണ്ട്സ് റിസീവബിൾസ് എല്ലാം ഫാക്ടറിന് അസൈൻ ചെയ്ത് കൊടുക്കണം. ഇതാണ് അസൈൻമെന്റ് ഓഫ് ഡെറ്റ്സ് ഇൻ ഫേവർ ഓഫ് ദ ഫാക്ടർ എന്ന് പറയുന്നത്. മൂന്നാമത്തേത് സിറ്റുവേഷൻസ് അണ്ടർ വിച്ച് ഫാക്ടർ വിൽ ഹാവ് റിക്കോഴ്സ് ടു ദ ക്ലയന്റ് ഇൻ കേസ് ഓഫ് നോൺ പേയ്മെന്റ്. നമ്മൾ വിത്ത് റീകോഴ്സും വിത്തൗട്ട് റീകോഴ്സും കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കുകയുണ്ടായി. ഏതെല്ലാം സാഹചര്യങ്ങളിലാണ് ഫാക്ടറിന് ക്ലയന്റിന്റെ അടുത്ത് റീകോഴ്സിന് ചെല്ലാവുന്നത്. അതായത് ബാഡ് ഡെറ്റ്സ് വന്നാൽ അതിന് പരിഹാരത്തിനായിട്ട് ഏതെല്ലാം സാഹചര്യങ്ങളിൽ ഫാക്ടറിന് ക്ലയന്റിന്റെ അടുത്ത് ചെല്ലാം, ഏതെല്ലാം സാഹചര്യങ്ങളിൽ ഫാക്ടറിന് ക്ലയന്റിന്റെ അടുത്ത് പോകാൻ സാധിക്കില്ല. ഈ രണ്ട് കാര്യങ്ങളും ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നു. സിറ്റുവേഷൻസ് അണ്ടർ വിച്ച് ഫാക്ടർ വിൽ ഹാവ് റിക്കോഴ്സ് ടു ദ ക്ലയന്റ് ഇൻ കേസ് ഓഫ് നോൺ പേയ്മെന്റ്. സിറ്റുവേഷൻസ് അണ്ടർ വിച്ച് ഫാക്ടർ വിൽ നോട്ട് ഹാവ് റിക്കോഴ്സ് ടു ദ ക്ലയന്റ് ഇൻ കേസ് ഓഫ് നോൺ പേയ്മെന്റ്. വിത്ത് റീകോഴ്സ്, വിത്തൗട്ട് റീകോഴ്സ് രണ്ടും ഇവിടെ വന്നിട്ടുണ്ട്. പോയിന്റ് 5, ഡീറ്റെയിൽസ് ഓഫ് പേയ്മെന്റ് ടു ദ ഫാക്ടർ. ഫാക്ടറിന് പേയ്മെന്റ് ഏത് രീതിയിൽ എങ്ങനെ കൊടുക്കും, എത്ര പെർസെന്റേജ് ആണ് ബിൽസിന്റെ ഫേസ് വാല്യൂ ആണ് ഫാക്ടറിന്റെ പേയ്മെന്റ് വരിക എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പൊ അത് എത്ര പെർസെന്റേജ് ആണ് എന്നുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളും ഇവിടെ വരുന്നു. ഡീറ്റെയിൽസ് ഓഫ് പേയ്മെന്റ് ടു ദ ഫാക്ടർ. ഫാക്ടറിന്റെ ഫീ പേയ്മെന്റ് ആണ് ഇവിടുത്തെ മറ്റൊരു പോയിന്റ്, അഗ്രിമെന്റ് ഉണ്ടായിരിക്കേണ്ട മറ്റൊരു പോയിന്റ്. അടുത്തത് ഇൻട്രസ്റ്റ് ഓൺ ക്രെഡിറ്റ് പേയ്മെന്റ്സ് മെയ്ഡ് ബൈ ദ ഫാക്ടർ ടു ദ ക്ലയന്റ്. അതായത് ക്ലയന്റിന് ചിലപ്പോൾ ഫാക്ടർ കുറച്ച് പേയ്മെന്റ്സ് ക്രെഡിറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ടായിരിക്കും. അതായത് പേയ്മെന്റ്സിന് അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്നുണ്ടായിരിക്കും. അക്കൗണ്ട്സ് റിസീവബിൾസ് ഒക്കെ വരാൻ പോകുന്നേ ഉണ്ടാവുള്ളൂ. പക്ഷെ അതിന് മുൻപേ തന്നെ ഫാക്ടറിന് കുറച്ച് പണം അഡ്വാൻസ് ആയിട്ട് ക്ലയന്റ് ക്രെഡിറ്റിന് കൊടുക്കുന്നു. അപ്പൊ അതിന്മേൽ എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് അതിലുണ്ടായിരിക്കണം. എത്ര പേയ്മെന്റ് അഡ്വാൻസ് ആയിട്ട്, അതായത് അക്കൗണ്ട്സ് റിസീവബിൾ ഒക്കെ തയ്യാറായി വരുന്നില്ല, പ്രൊഡക്ഷൻ തുടങ്ങി സാധനം അവിടെ എത്തി കഴിയുമ്പോഴല്ലേ നമുക്ക് ബില്ല് ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ബില്ല് അയക്കുമ്പോഴല്ലേ നമുക്ക് ബില്ല് ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് മുൻപേ തന്നെ ഫാക്ടറിന്റെ ഇയാൾ കുറച്ച് പണം കടം വാങ്ങിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് ഇൻട്രസ്റ്റ് പേയ്മെന്റ് എത്രയാണ്. അതുപോലെ ലിമിറ്റ്സ് ഓൺ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി ആൻഡ് ഇൻട്രസ്റ്റ് ഏർപ്പെടണം. നേരത്തെ പറഞ്ഞ പോയിന്റ് പോലെ തന്നെയാണ് ഇവർക്ക് ഫാക്ടറിംഗ് അഗ്രിമെന്റിൽ ഉപരിയായിട്ട് ഓവർ ആൻഡ് അബോവ് ദ ഫാക്ടറിംഗ് അഗ്രിമെന്റ് എന്തെങ്കിലും ഒരു അഡീഷണൽ പേയ്മെന്റ് ഫെസിലിറ്റി ഫാക്ടർ കൊടുക്കുകയാണെങ്കിൽ, സാധാരണ നമ്മൾ പറഞ്ഞല്ലോ സെല്ലിംഗ് ലിമിറ്റ്സ് ഫോർ ദ ക്ലയന്റ് എന്ന് പറഞ്ഞല്ലോ, അതിലും ഓവർ ആൻഡ് അബോവ് ആയിട്ട് 10% ഓവർ ആൻഡ് അബോവ് ആയിട്ട് ഫാക്ടർ വേണമെങ്കിൽ പണം കൊടുക്കാമെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്. 1 ലക്ഷം രൂപയുടെ ബില്ലാണ് ഫാക്ടറിംഗ് അഗ്രിമെന്റിന് കീഴിലുള്ളത്. പക്ഷേ ഫാക്ടർ എന്ത് ചെയ്യുന്നു,
1,00,000 രൂപയുടെ ബില്ലാണെങ്കിലും 1/10 വരെ അത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള അഗ്രിമെന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു ഓവർ ഡ്രാഫ്റ്റിന്റെ രീതിയിലാണ്. അങ്ങനെയാണെങ്കിൽ അതിന് എത്ര ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യും എന്നുള്ളതും അവിടെ വരുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഫാക്ടറിങ് അഗ്രിമെന്റിൽ വരുന്നു. അതായത് ഫാക്ടറും അയാളുടെ ക്ലയന്റ് എന്ന് പറയുന്ന സെല്ലറാണ് തമ്മിലുള്ള അഗ്രിമെന്റിൽ വരേണ്ട കാര്യങ്ങളാണ് നമ്മളിവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അടുത്തത് ഫാക്ടറിങ്ങിന്റെ ഫംഗ്ഷൻസ് ആണ്. ഫാക്ടറിങ്ങിന്റെ ഫംഗ്ഷൻസിൽ ആദ്യത്തേത് തന്നെ നമുക്കറിയാം പർച്ചേസ് ആൻഡ് കളക്ഷൻ ഓഫ് ഡെറ്റ്സ് ആണ്. സെല്ലർ വേറൊരാൾക്ക് വിറ്റ് കഴിഞ്ഞാൽ സെല്ലറെ സംബന്ധിച്ചിടത്തോളം അത് കിട്ടാനുള്ള പണമാണ് അല്ലേ. നിങ്ങൾ ഒരു വസ്തു ഒരാൾക്ക് വിറ്റ് കഴിഞ്ഞാൽ അതിന്റെ പേയ്മെന്റ് നിങ്ങൾക്ക് കിട്ടാനുള്ളത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അയാൾ നിങ്ങൾക്ക് ഒരു ഡെറ്റ് ആയി നിൽക്കുന്നു. അയാൾ നിങ്ങളുടെ ഡെറ്ററാണ്. നിങ്ങൾക്ക് കിട്ടാനുള്ള അക്കൗണ്ട്സ് റിസീവബിൾസ് എല്ലാം നിങ്ങൾ ഫാക്ടറിന് പർച്ചേസ് ചെയ്യാൻ കൊടുക്കുന്നു. അതായത് ഫാക്ടറിന്റെ ജോലി ഫാക്ടർ നിങ്ങൾക്കുള്ള അക്കൗണ്ട്സ് റിസീവബിൾ എല്ലാം പർച്ചേസ് ചെയ്യുന്നു. ആ അക്കൗണ്ട്സ് റിസീവബിൾ എല്ലാം ഫാക്ടർ പോയി കളക്ട് ചെയ്യുന്നു. അപ്പൊ ഇതിനാണ് നമ്മൾ ഫാക്ടറിങ്ങിന്റെ പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നത് പർച്ചേസ് ആൻഡ് കളക്ഷൻ ഓഫ് ഡെറ്റ്സ്. ഫാക്ടറിംഗ് ഇൻവോൾവ്സ് സെയിൽ ഓഫ് ഡെറ്റ്സ് ബൈ ദ ഫാക്ടർ ടു ദ ക്ലയന്റ് ഓർ ഫാക്ടറിംഗ് ഇൻവോൾവ്സ് പർച്ചേസ് ഓഫ് അക്കൗണ്ട്സ് റിസീവബിൾസ് ബൈ ദ ഫാക്ടർ ഫ്രം ദ ക്ലയന്റ്. ക്ലയന്റിന് പുറത്തുനിന്ന് കിട്ടാനുള്ള തുകകളുടെ വാങ്ങലാണ് ഫാക്ടർ ചെയ്യുന്നത്. ഫാക്ടർ ഈ തുകകളെല്ലാം വാങ്ങിക്കുന്നു. ഫാക്ടറി തുകകളെല്ലാം പിന്നീട് കളക്റ്റും ചെയ്യുന്നു. ഈ രണ്ട് കാര്യങ്ങളാണ് ഫാക്ടർ ചെയ്യുന്നത്. ഫാക്ടർ കളക്ട്സ് അക്കൗണ്ട്സ് റിസീവബിൾസ്. ഫാക്ടർ എന്ത് ചെയ്യുന്നു? അതുകൂടാതെ കളക്ട് ചെയ്യണതിന് മുന്നേ ഫാക്ടർ ഈ അക്കൗണ്ട്സ് റിസീവബിൾസ് എല്ലാം ക്ലയന്റിന്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യും. ആദ്യമേ ഇത് മൊത്തമായിട്ട് അക്കൗണ്ട്സ് റിസീവബിൾസ് എല്ലാം ക്ലയന്റിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. വാങ്ങിച്ചതിന് ശേഷം എല്ലാ ബയേഴ്സിന്റെ കയ്യിലും പോയി ഫാക്ടറാണ് അക്കൗണ്ട്സ് റിസീവബിൾസ് കളക്ട് ചെയ്യുന്നത്. ഫാക്ടർ ശ്രദ്ധിക്കണം, ഫാക്ടർ കളക്ഷൻ മാത്രമല്ല ചെയ്യുന്നത്. ഫാക്ടർ അക്കൗണ്ട്സ് റിസീവബിൾസ് ഒരു തുക കൊടുത്ത് വാങ്ങിക്കുകയാണ്. അപ്പോൾ ഫാക്ടർ ബിക്കംസ് എ ഹോൾഡർ ഫോർ വാല്യൂ. ഫാക്ടർ അക്കൗണ്ട്സ് റിസീവബിൾസ് കളക്ഷൻ ഏജന്റ് അല്ല. ഫാക്ടർ എന്ത് ചെയ്യുന്നു? ആ അക്കൗണ്ട്സ് റിസീവബിൾസ് ഒരു വാല്യൂവിന്, ഒരു പ്രത്യേക തുകയ്ക്ക് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫാക്ടർ ഒരു കളക്ഷൻ ഏജന്റ് അല്ല. ഫാക്ടർ ഈസ് എ ഹോൾഡർ ഫോർ വാല്യൂ. ഫാക്ടർ ഈസ് എ ബയർ ഫോർ വാല്യൂ. അക്കൗണ്ട്സ് റിസീവബിൾസ് ഫാക്ടർ സെല്ലറുടെ കയ്യിൽ നിന്നും വാങ്ങിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്, പണം കൊടുത്ത് വാങ്ങിക്കുകയാണ്. സോ ഈസ് എ ഹോൾഡർ ഫോർ വാല്യൂ. അപ്പോൾ ആ വാല്യൂവിന്റെ കീഴിൽ ഫാക്ടർക്ക് കിട്ടുന്ന അധികാരം എന്താണ്? അക്കൗണ്ട്സ് റിസീവബിൾസ് കളക്ട് ചെയ്യാനുള്ള അവകാശം ഫാക്ടർക്ക് ലഭിക്കുന്നു. ഇതാണ് ഫാക്ടറിംഗ് ഇൻവോൾവ്സ് സെയിൽ ഓഫ് ഡെറ്റ്സ് ടു ദ ഫാക്ടർ ബൈ ദ ക്ലയന്റ്. സെയിലാണ് അവിടെ നടക്കുന്നത്. ഫാക്ടർ പർച്ചേസസ് ദ ക്ലയന്റ്സ് ഡെറ്റ്സ് ആൻഡ് ബിക്കംസ് എ ഹോൾഡർ ഫോർ വാല്യൂ. ക്യാഷ് കൊടുത്തിട്ടാണ് ഫാക്ടർ ഇത് വാങ്ങിക്കുന്നത്. ഫാക്ടറുടെ ഏജന്റ് മാത്രമല്ല. ഫാക്ടർ ഹാസ് ദ റൈറ്റ് ടു കളക്ട് ഡെറ്റ്സ്. ഹോൾഡർ ഫോർ വാല്യൂ ആയതുകൊണ്ട് ഫാക്ടറിന് ഈ ഡെറ്റ്സ് കളക്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്, റൈറ്റ് ഉണ്ട്. അടുത്തത് സെയിൽസ് ലെഡ്ജർ മാനേജ്മെന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റാണ് സെയിൽസ് ലെഡ്ജർ മാനേജ്മെന്റ്. ക്ലയന്റിന്റെ സെയിൽസ് ലെഡ്ജർ ഫാക്ടർ കളക്ട് ചെയ്യും. കാരണം ക്ലയന്റിന് ചിലപ്പോൾ ഒരു വർഷം നീളുന്ന ഒരു അഗ്രിമെന്റ് ആണെങ്കിൽ പല സമയത്ത് ഇതിൽ പേയ്മെന്റ്സ് വന്നുകൊണ്ടിരിക്കും. റണ്ണിങ് പേയ്മെന്റ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ വരുമ്പോൾ പേയ്മെന്റ്സ് നടക്കുമ്പോൾ ക്ലയന്റിന്റെ ലെഡ്ജറിൽ അത് അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ ബിൽസ് എല്ലാം ഇരിക്കുന്ന ഫാക്ടറിന്റെ കയ്യിലാണ്. ഫാക്ടറാണ് സമയമാകുമ്പോൾ ബില്ല് അയച്ചു കൊടുത്ത് പേയ്മെന്റ് വാങ്ങിക്കുന്നത്. ക്രെഡിറ്റ് ബിൽസ് ആണല്ലോ. അപ്പോൾ എല്ലാം സമയമാകുമ്പോൾ ഫാക്ടറാണ് കൊടുത്ത് വാങ്ങിക്കുന്നത്. വാങ്ങിക്കുമ്പോൾ അത് റെക്കോർഡ് ചെയ്യേണ്ടതും ഫാക്ടറിന്റെ ചുമതലയാണ്. അപ്പോൾ ഫാക്ടർ ഇൻ ഇഫക്റ്റ് ക്ലയന്റിന്റെ സെയിൽസ് ലെഡ്ജർ മാനേജ് ചെയ്യുന്നത് ഫാക്ടർ ആയിരിക്കും. മാത്രമല്ല ഫാക്ടർ എന്ത് ചെയ്യുന്നു? മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ വരലും രേഖപ്പെടുത്തലും വാങ്ങിക്കലും മാത്രമല്ല, പീരിയോഡിക് ആയിട്ട് ഫാക്ടർ കിട്ടിയ പേയ്മെന്റ്സിന്റെയും കിട്ടാനുള്ള പേയ്മെന്റ്സിന്റെയും എല്ലാം ഒരു സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്തിട്ട് സെല്ലർക്കും കൊടുക്കും, ബയർക്കും കൊടുക്കും. അപ്പൊ ഈ ഡിസ്പ്യൂട്ട്സിന്റെ പ്രശ്നമില്ല. പീരിയോഡിക് ആയിട്ട് ഫാക്ടർ കിട്ടിയതിന്റെയും കിട്ടാനുള്ളതിന്റെയും ഒരു അപ്ഡേഷൻ ഒക്കെ നടത്തി ബോത്ത് ബയർ ആസ് വെൽ ആസ് സെല്ലർ രണ്ടു കൂട്ടർക്കും ഇത് അയച്ചു കൊടുക്കും. അടുത്തത് ഫാക്ടറിംഗിന്റെ ഫംഗ്ഷൻസിൽ വരുന്നത് ക്രെഡിറ്റ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് അണ്ടർടേക്കിംഗ് ഓഫ് ക്രെഡിറ്റ് റിസ്ക്. ക്രെഡിറ്റ് ഇൻവെസ്റ്റിഗേഷൻ, അണ്ടർടേക്കിംഗ് ഓഫ് ക്രെഡിറ്റ് റിസ്ക്, രണ്ട് കാര്യങ്ങളുണ്ട്. ഫാക്ടർ നമ്മൾ മനസ്സിലാക്കുന്നു, ഫാക്ടർ ഒരു ക്രെഡിറ്റ് റിസ്ക് ഏറ്റെടുക്കുന്ന ഒരാളാണ്. അതായത് ഒരു സെല്ലർക്ക് ബയറുടെ കയ്യിൽ നിന്നും കിട്ടാനുള്ള അക്കൗണ്ട്സ് റിസീവബിൾസ് കംപ്ലീറ്റ് ഫാക്ടർ എടുക്കുന്നു. ഈ കിട്ടാനുള്ള തുക കിട്ടാം, കിട്ടാതിരിക്കാം, വൈകി കിട്ടാം. ഇതെല്ലാം അതുമായി ബന്ധപ്പെട്ടുള്ള ക്രെഡിറ്റ് റിസ്ക് ആണ്. അപ്പൊ ഈ ക്രെഡിറ്റ് റിസ്ക് എടുക്കുന്ന ഫാക്ടർക്ക് അതിനു മുൻപ് ധാരാളം ഹോംവർക്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനാണ്. ഫാക്ടർക്ക് ബോധ്യപ്പെടണം, ഒന്ന്, ഞാൻ ഈ ഡീല് ചെയ്യുന്ന ക്ലയന്റ് ജെനുവിനായിട്ട് ബിസിനസ് നടത്തി ആ ബിസിനസ്സിൽ അയാൾക്ക് അക്കൗണ്ട്സ് റിസീവബിൾ കിട്ടാനുള്ള ഒരാളാണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, ഞാനൊരു കണ്ടെയ്നർ നിറയെ തേയില വേറൊരു രാജ്യത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നു. എക്സ്പോർട്ട് ചെയ്യുമ്പോൾ എനിക്ക് അവിടെ നിന്ന് 1 മാസം കഴിഞ്ഞ് പേയ്മെന്റ് കിട്ടുള്ളൂ. അതിന്റെ ഫാക്ടറി നടന്നു പോകണം.
അതുകൊണ്ട് ഞാൻ ഫാക്ടറുടെ അടുത്ത് ചെന്നിട്ട് പറയുന്നത് എനിക്ക് 1 മാസം കഴിഞ്ഞ് പേയ്മെന്റ് കൊടുത്തത് എൻ്റെ റിസീവബിൾസ് ഇതാ, നിങ്ങൾ എനിക്ക് പണം തന്നാൽ എനിക്ക് അടുത്ത ബാച്ച് തേയിലയുടെ പ്രോസസ്സിങ് ചെയ്യാൻ സാധിക്കും. ഫാക്ടർ അഗ്രി ചെയ്യും. നേരെ മറിച്ച് ഇയാള് ഒരു കാലി കണ്ടെയ്നർ അങ്ങോട്ട് തേയിലയാണെന്നുള്ള രീതിയിൽ അയക്കുന്നു. അതിന് പകരം അതിൽ സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള തേയിലയാണ്, അല്ലെങ്കിൽ അതിനകത്ത് മയക്കുമരുന്നാണ് എന്നാണെന്ന് നമുക്കറിയില്ല. എന്തായാലും സാധനം വഴിക്ക് വെച്ച് കസ്റ്റംസുകാർ പിടികൂടി. പക്ഷെ ഞാൻ ഫാക്ടറി ഇതൊന്നും അന്വേഷിക്കാതെ ഇയാൾ തേയില കയറ്റുമതി ചെയ്തു എന്നുള്ളൊരു വിശ്വാസത്തിൽ അതിന്റെ വാല്യൂ ആയ 10 ലക്ഷം രൂപ എടുത്ത് ഇയാൾക്ക് കൊടുക്കുകയും ചെയ്തു. കപ്പൽ സിംഗപ്പൂരോ എവിടെയാ എത്തിയെന്ന് മനസ്സിലായപ്പോഴാണ് മനസ്സിലാക്കിയത് ഇത് തേയില കമ്പനി ഒരു മറവ് മാത്രമാണ്, ഇതിൻ്റെ ഉള്ളിൽ മുഴുവൻ ഡ്രഗ്സ് ആണ് എന്ന് മനസ്സിലാക്കുന്നു. എനിക്ക് ഏതെങ്കിലും രീതിയിൽ ഈ പേയ്മെന്റ് സിംഗപ്പൂരിൽ നിന്ന് ബയറുടെ അടുത്തുനിന്ന് അല്ലെങ്കിൽ ബയറെന്ന് നടിക്കുന്ന ആളുടെ അടുത്തുനിന്ന് വാങ്ങിച്ചെടുക്കാൻ സാധിക്കൂ? ഇല്ല. അപ്പൊ അതുകൊണ്ട് ഫാക്ടർ പ്രോപ്പർ ആയിട്ട് ഹോംവർക്ക് ചെയ്തിരിക്കണം. ഫാക്ടർ ആർക്ക് വേണ്ടി? ക്ലയന്റിന് വേണ്ടിയാണ് ഫാക്ടറിംഗ് ബിസിനസ് ഏറ്റെടുക്കുന്നത്. അയാളുടെ ബിസിനസിനെ കുറിച്ചും അയാളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസിനെ കുറിച്ചും അയാളുടെ പേയ്മെന്റ് കപ്പാസിറ്റിയെ കുറിച്ചും പ്രൊഡക്ഷൻ ബിസിനസ് നടത്തിക്കൊണ്ടുപോകാനുള്ള കഴിവിനെ കുറിച്ചും എല്ലാം ഫാക്ടർ വളരെ കൃത്യമായി സ്റ്റഡി ചെയ്തിരിക്കണം. ക്ലയന്റിന്റെ ഓണസ്റ്റി, ക്ലയന്റിന്റെ ഇന്റഗ്രിറ്റി, ക്ലയന്റിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ, ക്ലയന്റിന്റെ ഫിനാൻഷ്യൽ പെർഫോമൻസ്, ക്ലയന്റിന്റെ ഫിനാൻഷ്യൽ കപ്പാസിറ്റി, ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ഫാക്ടർ വിശദമായി പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ ക്ലയന്റിന്റെ ഒരു കൺസൈൻമെന്റ് കുഴപ്പമില്ലാണ്ട് പോയി ഫാക്ടറിങ് നടത്തി എനിക്ക് പൈസ കിട്ടി, അതുകൊണ്ട് ഞാൻ അടുത്ത വർഷം മുഴുവൻ വേറൊരു കാര്യങ്ങൾ അന്വേഷിക്കില്ല എന്ന് വരരുത്. ബിസിനസ് ആയതുകൊണ്ട് സാഹചര്യങ്ങൾ എപ്പോഴും വേണമെങ്കിൽ മാറി മറിയും. കണ്ടിന്യൂസ് ആയിട്ട് ഫാക്ടർ ക്ലയന്റിന്റെ ഈ പറഞ്ഞ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ഫിനാൻഷ്യൽ അബിലിറ്റി, ഫിനാൻഷ്യൽ ഇന്റഗ്രിറ്റി, ഓണസ്റ്റി, ഇത്തരം കാര്യങ്ങൾ ക്ലയന്റിന്റെ മൊത്തം ബിസിനസ് മാനേജ്മെന്റ് സെറ്റപ്പ് ഫാക്ടർ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കും. ഇതാണ് ഫാക്ടർ ക്രെഡിറ്റ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്ന പോയിന്റ്. ക്രെഡിറ്റ് ഇൻവെസ്റ്റിഗേഷനിൽ നിന്നാണ് ക്രെഡിറ്റ് റിസ്ക് എടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിച്ച് ഫാക്ടർ ആ ബിസിനസ് എടുക്കാൻ തീരുമാനിക്കുന്നു. അടുത്തത് പ്രൊവിഷൻ ഓഫ് ഫിനാൻസ് അഗെയിൻസ്റ്റ് ട്രേഡ് ഡെറ്റ്സ്. ഇത് നമ്മൾ പറഞ്ഞതാണ്. ഫാക്ടർ കൺവേർട്സ് അക്കൗണ്ട്സ് റിസീവബിൾസ് ഇൻടു ക്യാഷ് എന്ന് പറഞ്ഞതാണ്. അതായത് ഒരു സെല്ലറിന്റെ ട്രേഡ് ഡെറ്റ്സ്, ഒരു സെല്ലർക്ക് കിട്ടാനുള്ള കടങ്ങളെല്ലാം ഫാക്ടർ ക്യാഷ് ആക്കി മാറ്റി. മറ്റൊരർത്ഥത്തിൽ ഫാക്ടർ സെല്ലർ ഓഫ് ഗുഡ്സിന് ഫിനാൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അയാൾക്ക് അയാളുടെ ബിസിനസ് നടത്താൻ വേണ്ടി റോളിങ്ങിന് ക്യാഷ് കൊടുക്കുകയാണ് ഒരു ഫാക്ടർ ചെയ്യുന്നത്. അപ്പോൾ ഫാക്ടർ ഈസ് ഇൻ എഫക്റ്റ് ഫിനാൻസിയർ. ഫാക്ടർ വാങ്ങൽ വിൽപ്പന നടത്തണില്ലേ, അല്ലെ? ഫാക്ടർ ആകെ ചെയ്യുന്നത് മറ്റൊരാൾക്ക് കിട്ടാനുള്ള കടം മുഴുവൻ വാങ്ങിച്ച് അയാൾക്ക് പകരം പൈസ കൊടുക്കുന്നു. അപ്പൊ ചുരുക്കത്തിൽ എന്തുണ്ടാവുന്നു? കിട്ടാനുള്ള കടം ഓട്ടോമാറ്റിക്കലി ക്യാഷായി മാറുന്നു. ഇതൊരു ഫിനാൻസിങ് ബിസിനസ്സാണ്. ഇതൊരു കടം കൊടുക്കുന്ന ഒരു ബിസിനസ്സാണ് ചുരുക്കത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ. അതുകൊണ്ട് എന്താണ് ഗുണം? സെല്ലറെ സംബന്ധിച്ചിടത്തോളം പണം 1 മാസം 2 മാസം 3 മാസം കഴിഞ്ഞ് കിട്ടാനുള്ള പണം, അതുമായി ബന്ധപ്പെട്ടുള്ള തലവേദന, അതുമായി ബന്ധപ്പെട്ട് കിട്ടാതിരിക്കാം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, അതിന്റെ ഇൻട്രസ്റ്റ് കോസ്റ്റുകൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും സെല്ലർ നോക്കണ്ട. സെല്ലറെ സംബന്ധിച്ചിടത്തോളം സെല്ലർ ഗുഡ്സ് അയച്ചു കൊടുത്തു, ഫാക്ടറിയുടെ കയ്യിൽ പണം കിട്ടി, അടുത്ത ബാച്ച് ഗുഡ്സിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്ഷൻ മാനേജ്മെന്റ്, ഫാക്ടറി വർക്ക്, ഇത്തരം കാര്യങ്ങളിൽ സെല്ലർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും. അയാൾക്ക് അയാളുടെ ബിസിനസ്സിന് ഫണ്ടിങ്ങിന്റെ അഭാവം, കിട്ടാനുള്ള പണം കിട്ടുന്നതിലുള്ള താമസം, അല്ലെങ്കിൽ കിട്ടാതെ വരായിക, ഇത്തരം കാര്യങ്ങൾ അയാളുടെ ബിസിനസിന്റെ നടത്തിപ്പിനെ ബാധിക്കുന്നില്ല. അതേസമയം ഫാക്ടറിക്ക് ഒരു ചെറിയ റിസ്ക് ഉണ്ട്. ഏതെങ്കിലും കാരണവശാൽ പണം കിട്ടാതെ പോയാൽ ആ നോൺ റിക്കോഴ്സ് ഫാക്ടറിക്ക് ആണെങ്കിൽ പരിഹാരമില്ലാത്തതാണ് നോൺ റിക്കോഴ്സ്. ബാഡ് ഡെറ്റ് വന്നാൽ പരിഹാരമില്ല നോൺ റിക്കോഴ്സിൽ. നോൺ റിക്കോഴ്സ് ആണെങ്കിൽ ഫാക്ടറിന് ആ പണം നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ഇതിന്റെ മുൻപത്തെ പോയിന്റ് എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് ആണ്. ക്രെഡിറ്റ് ഇൻവെസ്റ്റിഗേഷൻ പ്രോപ്പറായിട്ട് നടത്തിയിട്ട് മാത്രമേ ഫാക്ടർ കടം കൊടുക്കുന്ന ഫാക്ടറിംഗ് ബിസിനസ്സിൽ ഇടപെടാൻ പാടുള്ളൂ. Point 3 and point 4 is over. Now last point is point 5, consultancy services. ഫാക്ടറെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞല്ലോ, ഫാക്ടറിങ്ങിന് ഇന്റർനാഷണലി തന്നെ ഫാക്ടേഴ്സിന് കോൺടാക്ട്സ് ഉണ്ടായിരിക്കും. ബിസിനസ് നടത്തിയും ഫണ്ട് ചെയ്തും ഫിനാൻസ് ചെയ്തും പരിചയങ്ങൾ ഉണ്ടായിരിക്കും. ക്രെഡിറ്റ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുമ്പോൾ ഫാക്ടറിന് ഓരോ ബിസിനസ്സിനെ കുറിച്ചും ഇൻഡെപ്ത് ആയിട്ട് നോളജ് ഉണ്ടായിരിക്കും. ഇത്രയും കാര്യങ്ങൾ അറിയാവുന്ന ഫാക്ടർ ഒരു മാനേജ്മെന്റ് സർവീസായി പുതിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച്, അല്ലെങ്കിൽ ബിസിനസ് എൻവയോൺമെന്റിൽ വരാകുന്ന വ്യത്യാസങ്ങളും സാഹചര്യങ്ങളെ കുറിച്ച്, ചില സമയത്ത് ചില രാഷ്ട്രങ്ങളിൽ പൊളിറ്റിക്കൽ റിസ്ക് ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ ഫാക്ടർക്ക് ചില സമയത്ത് കൈ പൊള്ളിയിട്ടുണ്ടാവും. ഫാക്ടർ ക്ലയന്റിനോട് പറയും, ആ രാജ്യത്ത്, അല്ലെങ്കിൽ വേറെ ക്ലയൻസിനോട് പറയും, ആ രാജ്യത്തെ ബിസിനസ്സായിട്ട് നമ്മൾക്ക് ഇടപഴകാതിരിക്കുകയാണ് നല്ലത്. അവിടെ പോയി ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ പണം കിട്ടാനുള്ള ബുദ്ധിമുട്ട് വരും, പിന്നെ നമ്മുടെ ബിസിനസ് നമ്മൾ തമ്മിലുള്ള ബന്ധവും മോശമാകും. അപ്പോൾ അതുകൊണ്ട് ആ രാജ്യത്തെ ബിസിനസ് എടുക്കാതിരിക്കുക. ചേഞ്ചസ് ഇൻ ബിസിനസ് എൻവയോൺമെന്റ്. പിന്നെ പുതിയ ബിസിനസ്സുകൾ ലഭ്യമാണെങ്കിൽ ഫാക്ടറിന് മറ്റു രാജ്യങ്ങളിലെ കോൺടാക്ട്സ് ഉള്ളതുകൊണ്ട് ഫാക്ടർ ചിലപ്പോൾ പറയും, ഇന്ന സ്ഥലത്തുനിന്ന് നമുക്ക് ബിസിനസ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പുതിയ ബിസിനസ് രംഗങ്ങളെ കുറിച്ചും അവസരങ്ങളെ കുറിച്ചുമുള്ള ഓപ്പർച്യൂണിറ്റീസ് ഫാക്ടർ പറഞ്ഞു കൊടുക്കും. ഫാക്ടറിന്റെ ക്ലയൻസിനും മറ്റ് ക്ലയൻസിനും എല്ലാം കൺസൾട്ടൻസി ബേസിസിൽ ഒരു ഉപദേശകൻ എന്നുള്ള രീതിയിൽ മാനേജ്മെന്റ് ഫീ വാങ്ങിച്ച് ചെയ്ത് കൊടുക്കുന്ന ഒരു സർവീസ് കൂടി ഇതിനാണ് കൺസൾട്ടൻസി സർവീസസ് എന്ന് പറയുന്നത്.
അപ്പോൾ ഇത്രയുമാണ് ഫാക്ടറിങ്ങിന്റെ ഫംഗ്ഷൻസ്. നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ ചുരുക്കി പറഞ്ഞ ഫാക്ടറിങ് അഗ്രിമെന്റിലെ കണ്ടന്റ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി, പേയ്മെന്റായി ബന്ധപ്പെട്ടും സിറ്റുവേഷൻസായി ബന്ധപ്പെട്ടുമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഫാക്ടറിങ്ങിന്റെ ഫംഗ്ഷൻസ്: പർച്ചേസ് ആൻഡ് കളക്ഷൻ ഓഫ് ഡെറ്റ്സ്, സെയിൽസ് ലെഡ്ജർ മാനേജ്മെന്റ്, ക്രെഡിറ്റ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് അണ്ടർടേക്കിംഗ് ഓഫ് ക്രെഡിറ്റ് റിസ്ക്, പ്രൊവിഷൻ ഓഫ് ഫിനാൻസ് അഗെയിൻസ്റ്റ് ട്രേഡ് ഡെറ്റ്സ്, ലാസ്റ്റ് ഈസ് കൺസൾട്ടൻസി സർവീസ്. ഈ 5 പോയിന്റ്സ് ചേർന്നതാണ് ഫാക്ടറിങ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. അടുത്ത ലെസണിൽ നമ്മൾ ടൈപ്സ് ഓഫ് ഫാക്ടറിങ്, ഏതെല്ലാം രീതിയിലുള്ള ഫാക്ടറിങ് ആണ് നമ്മൾ പരിചയപ്പെട്ടിരിക്കേണ്ടത് എന്ന് മനസ്സിലാക്കും. 2 ടൈപ്പ് നമുക്ക് ഓൾറെഡി അറിയാം, വിത്ത് റീകോഴ്സും വിത്തൗട്ട് റീകോഴ്സും. ഇതുൾപ്പെടെയുള്ള ഏതെല്ലാം ടൈപ്സ് ഓഫ് ഫാക്ടറിങ് ആണെന്നുള്ളത് നമുക്ക് 5.17 പഠിക്കാം. Until we meet up again for that, thank you and goodbye.